ഇയാൾ മുൻപ് ഈ 19 വയസ്സ് മാത്രമുള്ള ഒരാൾ ആണ് ഇയാൾ. അപ്പോൾ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് 6 മാസത്തോളം ഇയാൾ കാക്കനാടുള്ള ഒരു കറക്ഷണൽ ഹോമിൽ തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളാണ്. കാരണം അതിന് മുൻപൊരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇയാൾ അറസ്റ്റിലാകുന്നതും പിന്നീട് കറക്ഷണൽ ഹോമിലെ വാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് നാട്ടിലെത്തുന്നു. അതിനു മുൻപ് തന്നെ ഇയാളുടെ പെരുമാറ്റത്തിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇയാളുടെ അമ്മ ഒരു മാനസിക രോഗിയാണ്. ആ ഒരു ചുറ്റുപാടിലാണ് ഇയാൾ വളർന്നു വന്നത്. അമ്മ മാനസിക രോഗിയാണ്, അച്ഛനും ജ്യേഷ്ഠനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇയാളുടേത്. ഇയാളുടെ കസിൻ്റെ വീടാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ വീടിന് സമീപത്തുള്ളത്. ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബ വീട് ജോജോന്റെ വീടിന് സമീപത്താണ്. ആ ഒരു പരിചയമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ചേട്ടൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം. കൂടാതെ ഇയാളെ 1/11/2024 ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മാതാപിതാക്കൾ കുഴൂർ മാള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിനു മുൻപും ഇയാളെ പതിവായി ഇടയ്ക്കിടക്ക് പ്രദേശത്ത് നിന്ന് കാണാതാകുന്നു. അതിനുശേഷം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു അനിശ്ചിതത്വം ഇയാളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പതിവായി കാണാതാകുന്ന ഒരാളാണ് ഇയാൾ. പിന്നീട് ഇയാളുടെ ഒരു പ്രാവശ്യം കാണാതായി പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇയാളെ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന ഇയാളിൽ പ്രകടമായ കുറേ മാറ്റങ്ങൾ നാട്ടുകാർ തന്നെ ശ്രദ്ധിച്ചിരുന്നു. കാരണം അയൽപക്കത്തെ വീടുകളിലെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുക, അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു സ്വഭാവം ഇയാൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി.